സോണിയാഗാന്ധി കൂടി സമരവേദിയിലേക്ക് എത്തുന്നു എന്ന വലിയ വാർത്തയാണ് ഇത്. CJP പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ CJP പ്രതിഷേധത്തിന്റെ ഒപ്പം അണിചേരാൻ വേണ്ടി ഇപ്പോൾ സോണിയാഗാന്ധി കൂടി എത്തുകയാണ്. രാവിലെ രാഹുൽ ഗാന്ധിയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ പാർലമെന്റിൽ നിന്ന് നേരെ ഈ പ്രതിഷേധ വേദിയിലേക്ക് എത്തുകയായിരുന്നു. അതിനോടൊപ്പം ഇപ്പോൾ സോണിയാഗാന്ധി കൂടി പ്രതിഷേധ വേദിയിലേക്ക് എത്തുന്നു എന്ന വിവരമാണ്. നോബൽ ഉറപ്പിച്ചു തന്നെയാണ് കോൺഗ്രസ്. അത് ഉറപ്പിച്ചു തന്നെയാണ് കോൺഗ്രസ്. ഒരുപക്ഷെ ഇങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ച മാത്രമായിരിക്കാം നമ്മൾ കാണാൻ ഇടയുള്ളൂ ഈ അടുത്ത കാലത്തൊക്കെ. കാരണം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു സമരവേദിയിലേക്ക് കേന്ദ്ര സർക്കാരിന് എതിരെ പ്രതിഷേധവുമായി എത്തുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് ഈ സമരം ഏറെ ശ്രദ്ധേയമാകുന്നു. കോൺഗ്രസ് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് പല ഘട്ടങ്ങളിലും പ്രതിഷേധത്തിന്റെ മുന്നോടിക്കാൻ വേണ്ടി പലരും ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ പലയിടത്തും വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി സംവദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ പലയിടത്തും വിദ്യാർത്ഥികൾക്കൊപ്പം രാഹുൽ ഗാന്ധി സമയം ചിലവഴിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കൂടെ അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്യാമ്പയിൻ നടത്താറുണ്ട്. ആ ഘട്ടത്തിലൊക്കെ തെരുവിൽ എന്തേ കോൺഗ്രസ് ഇറങ്ങിയിട്ടില്ല എന്ന ചോദ്യം പ്രസക്തമായിരുന്നു. ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി വിദേശയാത്രയെ പോലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ മറുപടി ഇപ്പോൾ സോണിയാഗാന്ധി നൽകുന്നു. സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ നൽകുന്നു. ഞങ്ങൾ തെരുവിലുണ്ട് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വേണ്ടി. ഇന്നലെ ദില്ലിയിൽ നടന്നത് നരനായാട്ടാണ് എന്നായിരുന്നു രാവിലെ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. ചോദ്യപേപ്പർ എന്തിന് ചോർത്തിയെന്ന് ചോദിച്ച് ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വടികൊണ്ടടിച്ചു, അവർക്കെതിരെ കണ്ണീർ വാതകം പ്രയോഗിച്ചു എന്നായിരുന്നു രാവിലെ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞത്. അതിന്റെ തുടർച്ചയാണ് ഞങ്ങളുടെ കുട്ടികളെ അടിച്ചവരെ ഞങ്ങൾ തെരുവിൽ നേരിടുകയാണ്. തെരുവിൽ അവരോട് വേണ്ടി രാജ്യം ആവശ്യപ്പെടുകയാണ്, അവരോട് രാജിവെക്കാൻ പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ, പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം കോൺഗ്രസ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സമരത്തിന് സോണിയാഗാന്ധി എത്തിയതോടെ അതിന്റെ മാനങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ അവസാന വാക്ക് നമ്മൾ പറയാവുന്ന നേതാവ് ഈ സമരവേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന ഊർജ്ജം ചെറുതല്ല, നേതാക്കൾക്ക് കിട്ടിയിരിക്കുന്ന ഊർജ്ജം ചെറുതല്ല. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇപ്പോൾ ഈ പ്രതിഷേധ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുമായി ജിതേന്ദ്ര സിംഗ് സംസാരിക്കുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മുതിർന്ന നേതാക്കളടക്കം തെരുവിലിറങ്ങി നിന്ന് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുമ്പോൾ സമവായത്തിന്റെ ഭാഷ കൂടി വേണ്ടതുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചറിയുന്നു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പ്രതിഷേധ വേദിയിലേക്ക് എത്തുന്നു, രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കുന്നു. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. നോബൽ, കേന്ദ്രം ഒരു സമവായത്തിന്റെ ഭാഷ കൂടി തേടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിയുമായി ജിതേന്ദ്ര സിംഗ് ആശയവിനിമയം നടത്തുന്നു. Viva!